ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഇന്ന് നമ്മൾ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഹാലോ ആൽക്കൈൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ച് സെറ്റ് ആക്കാൻ പോവാണ്. സോ 3 തരത്തിലുള്ള കെമിക്കൽ പ്രോപ്പർട്ടി, ഞാൻ എന്താ പറഞ്ഞത്, കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെ, കെമിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. 3 തരത്തിലുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതിന് ഒന്ന് ന്യൂക്ലിയോഫിലിക് ആണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. മറ്റൊന്ന് ഏതാടാ, എലിമിനേഷൻ റിയാക്ഷൻ ആണ്, എലിമിനേഷൻ റിയാക്ഷൻ ആണ്. മറ്റൊന്ന് ഏതാടാ, മറ്റൊന്ന് ഏതായിരുന്നു, റിയാക്ഷൻ വിത്ത് മെറ്റൽ ആണ് എന്ത്, മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചിരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ച് നോക്കാം. ആദ്യം ന്യൂക്ലിയോഫിലിക്, ഏതാണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പം ഇതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ ന്യൂക്ലിയോഫൈൽ എന്നാ. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ന്യൂക്ലിയോഫൈൽ പറഞ്ഞാൽ ന്യൂക്ലിയോഫൈ, ന്യൂക്ലിയസ് ലവിങ്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവാ. ഈ പോസിറ്റീവിലേക്ക് പോസിറ്റീവ് എന്ന അട്രാക്ഷൻ ഉണ്ടാവുമോ? ഇല്ല. അവിടേക്ക് ആര് വരണം? നെഗറ്റീവ് വരണം. സോ ഇവിടെ വരുന്ന ആരായിരിക്കണം? നെഗറ്റീവ് ആയിട്ടുള്ള ആളാവണം. അഥവാ Cl മൈനസ്, OH മൈനസ്, Cn മൈനസ് പോലത്തെ വസ്തുക്കളായിരിക്കണം എന്ത് അവിടേക്ക് വരേണ്ടത്. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്ക്, CH3, CH2, Cl. ഓക്കെ, ഇതിന്റെ പേരെന്താ? ഇവിടെ 2 ഈഥൈൽ അല്ലെ, ക്ലോറോ ഈഥൈൻ എന്ന് വിളിക്കാം, ക്ലോറോ ഈഥൈൻ എന്ന് വിളിക്കാം. ഈ ക്ലോറോ ഈഥൈനിലേക്ക് ഒന്നാമത്തെ കേസിൽ ഞാൻ ആര് ആഡ് ചെയ്യാണ്? NaOH ആഡ് ചെയ്യാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ആരെ വെച്ച്? ന്യൂക്ലിയോഫൈലിന്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാ? The replacement of weak nucleophile by strong nucleophile is known as nucleophilic substitution reaction എന്ന് പറഞ്ഞൂടെ. സോ ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ ഏതാ? OH ആ. ഇവിടെ വീക്ക് ഏതാ? Cl ആ. സോ ഈ Cl ആര് മാറ്റും? ഈ OH അങ്ങ് മാറ്റും. CH3, CH2, ഇവിടെ എന്ത് വരും? OH വരും. പ്ലസ് ആരുണ്ട്? ഒരു NAയും Cl ഉം. അവ കൂടിച്ചേർന്ന് എന്തായിട്ട് മാറി? NaCl ആയി. ഇനി നോക്ക്, ഇനി ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യുന്നത് KCN. ആരാണ് ആഡ് ചെയ്യുന്നത്? KCN, പൊട്ടാസ്യം സയനൈഡിന് ആഡ് ചെയ്യുമ്പോൾ ഈ സ്ട്രോങ് CN ബോണ്ട് എന്താക്കും? ഈ Cl അങ്ങ് മാറ്റും. CH3, CH2, Cn പ്ലസ് എന്തുണ്ട്? KCl. ഒരു സയനോ പ്രൊഡക്റ്റ് എന്ത് ചെയ്തു? നമുക്ക് ലഭിച്ചു. ഇനി ഇവിടെ നോക്ക്, ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു സിൽവർ സയനൈഡാ. ഏതാ? സിൽവർ സയനൈഡാ. അങ്ങനെ ആവുമ്പോ ഈ Cn മാറ്റും. CH3, CH2. ഇനിയാണ് ശ്രദ്ധിക്കുക, ഇവിടെ നേരത്തെ Cn ആണ് വന്ന് അറ്റാച്ച് ചെയ്തിരുന്നത് എങ്കിൽ ഇവിടെ Cn അല്ല, പകരം NC ആണ്. അഥവാ ഐസോസയനൈഡ് പ്രൊഡക്റ്റ് ആണ് എന്ത് ചെയ്യുക നമുക്ക് ലഭിക്കുക. പ്ലസ് ആരുണ്ട്? AgCl അതിന്റെ കൂടെ ഉണ്ടാകും. AgCl അതിന്റെ കൂടെ ഉണ്ടാകും. അപ്പൊ ഇവിടെ നോക്ക്, രണ്ടിലും Cn ആണ് ന്യൂക്ലിയോഫൈല്. പക്ഷെ കിട്ടിയ പ്രൊഡക്റ്റ് ഒന്ന് സൈനോയോ ഒന്ന് ഐസോസൈനോയാ. എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടാനുള്ള കാരണം? ഈ KCN എന്ന് പറയുന്നത് എന്താ? ഒരു അയോണിക് കോമ്പൗണ്ട് ആയതുകൊണ്ടാ. അയോണിക്ക എന്നാ ഇതെന്താണ്? ഒരു കോവാലന്റ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടാത്തത്? ഈ AgCN എന്തായിട്ടത്? ഐസോ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കാനുള്ള കാരണം. ഇനി നമുക്ക് എന്ത് ചെയ്യാ? നമ്മൾ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കൂട്ടോ, ഇത് രണ്ടും ചോദിക്കാറുണ്ട്. 1 മാർക്കിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് SN1 കുറിച്ചിട്ടും അതുപോലെ SN2 കുറിച്ചിട്ടും. ആദ്യം ഇതിന്റെ പേര് എഴുതാം അല്ലെ, പേര് എഴുതാം നമുക്ക്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണിമോളിക്കുലാർ. ഏതാ? യൂണിമോളിക്കുലാർ റിയാക്ഷനാ. ഇതെന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ റിയാക്ഷനാ. ബൈമോളിക്കുലാറാ. ഇവിടെ എന്താ? 2 സ്റ്റെപ്പ് പ്രോസസ്സാ. SN1 എന്ന് പറഞ്ഞ 2 സ്റ്റെപ്പ് പ്രോസസ്സാ. ഇതെന്താ? 1 സ്റ്റെപ്പ് പ്രോസസ്. ആദ്യം എന്ത്, അതായത് SN1 SN2 ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ആദ്യം എഴുതി വെക്കണം. നിർബന്ധ. ഇനി SN2 മാത്രം ചോദിച്ചാൽ ഇവിടെ എഴുതി തരണം. ആദ്യം എഴുതിയിട്ട് വേണം എക്സാമ്പിളിലേക്ക് പോകാൻ. ഇനി നോക്ക്, ഫസ്റ്റ്
ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫോർമേഷൻ ഓഫ് കാർബോകാറ്റിയോൺ. ഫോർമേഷൻ ഓഫ് കാർബോകാറ്റിയോൺ. സെക്കൻഡ് സ്റ്റെപ്പോ അറ്റാക്ക് ഓഫ് ന്യൂക്ലിയോഫൈൽ. അറ്റാക്ക് ഓഫ് ന്യൂക്ലിയോഫൈൽ. ഇതാണ് ഇവിടെ നടക്കുന്ന അറ്റാക്ക് ഓഫ് ന്യൂക്ലിയോഫൈൽ. എന്നാൽ ഇവിടെ എന്താ? ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് മേക്കിംഗ് take place simultaneously. ഇനി ഇവിടുത്തെ ഓർഡർ നോക്കുകയാണെങ്കിലോ ഓർഡർ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. എന്നാൽ ഇവിടുത്തെ ഓർഡർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി ഇവിടെ എന്താ? റിട്ടൻഷൻ ആൻഡ് ഇൻവേർട്ടഡ് പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇൻവേർട്ടഡ് പ്രൊഡക്റ്റാ. എന്നാ ഇവിടെ ഏതാടാ? SN2 ഏത് മാത്രമേ ഉണ്ടാവുള്ളൂടാ? ഇൻവേർട്ടഡ് പ്രൊഡക്റ്റാ. ഇൻവേർട്ടഡ് പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. SN2 എന്തുണ്ടാവില്ല? നോ ഇന്റർമീഡിയറ്റാ. ഇന്റർമീഡിയറ്റ് ഉണ്ടാവില്ല. ഇവിടെ എന്തുണ്ട്? ഇവിടെ എന്തുണ്ടാ? ഇന്റർമീഡിയറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർമീഡിയറ്റ് ആർ പ്രസന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ മിനിമങ്ങൾ എന്ത് ചെയ്യണം? SN2 കുറിച്ചിട്ടും SN1 കുറിച്ച് ചോദിച്ചാൽ എഴുതി വെക്കണം. പ്ലസ് എന്തുണ്ട്? ഇതിന്റെ എക്സാമ്പിൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ആദ്യം SN2 കുറിച്ചിട്ട് നോക്കാം. SN2 ഒരു എക്സാമ്പിൾ നോക്കാം. CH3Cl ആണ് ഞാൻ എക്സാമ്പിൾ എടുക്കുന്നത്. ഏതാണ്? CH3Cl. നോക്കേ, HCl. ഓക്കെ, ഇതാണല്ലോ CH3Cl. ഈ CH3Cl ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ന്യൂക്ലിയോഫൈൽ, ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈലിനെ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഇതിന്റെ ഇടയിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നിലനിൽക്കാൻ ആവശ്യമാണ്, കൂടുതൽ പഠിക്കണ്ട. ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഇവിടേക്ക് ഈ ബോണ്ട് എന്ത് ചെയ്യും? നമ്മള് സ്ട്രൈറ്റ് ആയിട്ടുള്ള ബോണ്ട് ഡോട്ടഡ് ലൈൻ ആക്കിയിട്ട് ഇവിടെ ഒരു OH മൈനസും കയറും, ഇവിടെ എന്ത് വരും? ഒരു Cl വരും. ഇതാണ് എന്ത്? ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്തിട്ട് CH ഇവിടെ എന്ത് വരും? OH പ്ലസ് Cl മൈനസ് കിട്ടും. സോ ഇവിടെ നോക്ക് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു അല്ലെ, ഇൻവേർട്ടഡ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. സോ നമ്മൾ എക്സാമ്പിൾ പഠിച്ചു, SN2 എക്സാമ്പിൾ പഠിച്ചു. ഇനി ഇതിന്റെ ഓർഡർ പഠിക്കണം. ഓർഡർ ഓഫ് SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടേർഷ്യറി ആയിരിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്ക്. SN1 ടൈപ്പാ. ഏതാണ്? SN1. അതിന് നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടേർഷ്യറി കാർബൈൽ ബ്യൂട്ടൈൻ ബ്രോമൈഡ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ്? OH മൈനസിന് ആഡ് ചെയ്യാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിരുന്നു, കാർബോകാറ്റിയോൺ ഫോർമേഷൻ. ഏതാണ്? കാർബോകാറ്റിയോൺ ഫോർമേഷൻ. അപ്പൊ നോക്ക്, CH3 ഇവിടെ ആരുണ്ട്? ഒരു Br ഉണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യും? ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്തായിട്ട് മാറും? CH3 പ്ലസും Br മൈനസും ആയി മാറി അല്ലേ? നോക്ക്, അടുത്ത സ്റ്റെപ്പില് CH3 പ്ലസ് OH മൈനസ്. ഈ OH മൈനസിലെ ഈ OHന് ഒന്നെങ്കിൽ ഇങ്ങനെ വന്നിട്ട് അല്ലെ, ഞാനൊന്ന് കളർ മാറ്റുന്നുണ്ട്, ഒന്നെങ്കിൽ എന്ത് ചെയ്യാ? ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് തിരികെ ബാക്കിലൂടെ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്തൂടെ? രണ്ട് അറ്റാക്കിംഗ് പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. സോ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. നോക്കിക്കോ, ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഇതിപ്പം ഈ OH വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു OH വരും, CH3 ഇത് ഒന്നാമത്തെ പ്രൊഡക്റ്റ് പ്ലസ്. ഇനി അടുത്ത എന്താ? ബാക്കിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇത് നേരെ തിരിയും,
CH3 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 ഇവിടെ എന്ത് വരും? OH മൈനസ് വരും. അതായത് ഇൻവേർട്ടഡ് ആൻഡ് റിട്ടൻഷൻ പ്രൊഡക്റ്റ് കിട്ടി ഇല്ലേ? സോ നമ്മൾ എന്ത് പഠിച്ചു? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? നോക്ക് ഒന്നും കൂടി നോക്ക്. കെമിക്കൽ പ്രോപ്പർട്ടി 3 കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. അപ്പൊ ന്യൂക്ലിയോഫൈൽ എന്താ? അതിന്റെ ഒരു ആദ്യം ഇവിടെ ചോദിക്കുന്ന 1 മാർക്കിന് ചോദ്യം ചോദിച്ചു. പിന്നെ ഡിഫറൻഷിയേഷന് 2 മാർക്ക് ചോദിക്കും. ഈ 2 മാർക്കും പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചു SN2 റിയാക്ഷൻ മാത്രം ചോദിച്ചാൽ എഴുതാനുള്ള പോയിന്റ്. ആദ്യം ഈ പോയിന്റുകൾ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ SN1 കുറിച്ചിട്ട് എന്ത് ചെയ്തു? പഠിച്ചു. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.